സൈലം ലേണിംഗ് അരുണിമ മിസ് ആണ്. അപ്പൊ മക്കൾ എല്ലാവരും നന്നായിട്ട് നല്ല മക്കളായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എക്സാം ഒക്കെ വരാനായി അല്ലേ, പലതരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളെടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ EVSലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് 1 മാർക്ക് ചോദ്യങ്ങളാണ് മിസ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഓരോ ചോദ്യങ്ങളും നിങ്ങൾ ഞാൻ പറയുന്നതിന്റെ കൂടെ തന്നെ വായിച്ചു പോവുക, ഉത്തരങ്ങൾ കണ്ടെത്തുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത്, ഗ്ലോബിൽ നീല നിറത്തിൽ സൂചിപ്പിക്കുന്ന ഭാഗം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ബ്ലൂ കളർ ഓൺ ഗ്ലോബ് ഇൻഡിക്കേറ്റ്സ്. അപ്പൊ ഗ്ലോബ് നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാവും അല്ലെ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്ന കളർ ഏതാ? നീല കളറാ അല്ലെ. എന്തുകൊണ്ടാ നീല കളറിൽ ഗ്ലോബിൽ കാണിക്കുന്നത്? എന്താ ഈ നീല കളർ സൂചിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? കരയാണോ, കടലാണോ, വൻകരയാണോ? ഇവയൊന്നുമല്ല. എന്താണ്? യെസ്, ആ നീല കളർ കൂടുതൽ കാണുന്നതാ. യെസ്, നീല കളറേ നമ്മുടെ കടലാണല്ലേ, സീ ആണ്. അപ്പൊ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് കരയേക്കാളും കൂടുതൽ ഏതാണ് കൂട്ടുകാരെ? കടലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലോബില് നീല നിറത്തില് കൂടുതൽ ഭാഗങ്ങൾ നമ്മൾ കാണുന്നത്. യെസ്, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ഭൂമിയെ കൂടാതെ മറ്റു പല ഗോളങ്ങളും ഉണ്ടല്ലോ, ഏതൊക്കെയാണവ? അപ്പൊ ഗോളാകൃതിയിൽ ആകാശത്ത് കാണുന്ന കൂട്ടുകാർ ഏതൊക്കെയാണെന്നാണ് മക്കൾ അടുത്തതായിട്ട് പറയേണ്ടത്. ബുധൻ, നക്ഷത്രങ്ങൾ, ചൊവ്വ, ഇവയെല്ലാം. അപ്പൊ ബുധൻ, ചൊവ്വ എന്നുള്ളതൊക്കെ എന്താണ്? ഗ്രഹങ്ങളാണ്. ഭൂമിയെ പോലെ തന്നെയുള്ള ഗ്രഹങ്ങളാണ്. സോ ദേ ആർ ഓൾ എന്താണ്? അവരൊക്കെ സ്പിയറിലാണ് അല്ലേ. അത് സ്പിയർലി ബോഡീസ് ഓൺ സ്കൈ ആണ് അതൊക്കെ. അപ്പം പിന്നെ എന്താണ്? നക്ഷത്രങ്ങൾ, സ്റ്റാർസും എന്താണ്? ഗോളാകൃതിയിൽ തന്നെയാണല്ലേ ഉള്ളത്. സോ നമുക്ക് എന്ത് ഓപ്ഷൻ പറയാം? ഇവയെല്ലാം അല്ലേ, കൂട്ടത്തിലുള്ള എല്ലാവരും ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ദേശീയ പതാകയുടെ അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകളാണ് ഉള്ളത്? ഹൗ മെനി സ്പോക്സ് ഇൻ ദ അശോക ചക്ര ഓഫ് നാഷണൽ ഫ്ലാഗ്? അപ്പൊ 3 നിറങ്ങളുണ്ട് അല്ലെ. ത്രിവർണ്ണ പതാകയാണ് നമ്മുടേത്. കുങ്കുമ നിറം, വെള്ള നിറം അല്ലെ, പച്ച നിറം. അതിന്റെ കൂടെ തന്നെ അശോക ചക്രവും ഉണ്ട് അല്ലെ. അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകളാണുള്ളത്? യെസ് മക്കളൊന്ന് പറഞ്ഞേ, എത്രയാണ്? 24 ആരക്കാലുകളാണ് ഉള്ളത്. എല്ലാ കൂട്ടുകാരും പഠിച്ചില്ലേ? യെസ്, എത്ര ആരക്കാലുകളാണ്? 24 സ്പോക്സ് ആണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. നമ്മുടെ ദേശീയ പക്ഷി ഏതാണ്? യെസ്, പീക്കോക്ക്, കാക്ക, പൊന്മാൻ, തത്ത. യെസ്, ഏതാണ്? സിമ്പിൾ ആണ് അല്ലെ ഈ ക്വസ്റ്റ്യൻ. യെസ്, ഏതാണ് മക്കളെ? മയിലാണ്. ദേശീയ പക്ഷി ഏതാണ്? മയിലാണ് അല്ലെ. യെസ്, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. കടലിനോട് ചേർന്നുള്ള പ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പൊ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മലനാട്, ഇടനാട്, തീരപ്രദേശം. ഹൈ റേഞ്ച്, മിഡ്ലാൻഡ്, കോസ്റ്റൽ ഏരിയാസ്. അപ്പൊ കടലിനോട് ചേർന്നത് ഏതാണ്? തീർച്ചയായിട്ടും അല്ലെ. ഏതാ കൂട്ടുകാരെ? തീരപ്രദേശമാണ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ മക്കൾ എല്ലാരും പഠിച്ചോ? യെസ്, എല്ലാരും സൂപ്പറായി പഠിച്ചല്ലേ. അപ്പൊ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണണം. അതുവരെ ബൈ, സീ യു.